അത് കൃത്യമാണ്. നേരത്തെ ആദരണീയനായ സമ്പത്ത് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ചിത്രവുമായി പരസ്യം ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനകത്തുള്ള അജണ്ടകളെ സംശയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് അതിൻ്റെ ദീർഘകാലമായ ടാർഗറ്റാണ്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നതിന് തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ഇരുന്നാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ BJP ജയിക്കുമെന്ന് കേരളത്തിലെ ഒരു സാമാന്യ രാഷ്ട്രീയ ജ്ഞാനമുള്ള ആരും കരുതിയതല്ലല്ലോ. ഈ പറയുന്ന തിരുവനന്തപുരത്തൊക്കെ 2ാം സ്ഥാനത്ത് വന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ മുൻപൊരിക്കലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് പോലും എത്താത്ത BJPയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിക്കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അതിനകത്ത് പിന്നീട് ആ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത് വളരെ കൃത്യമാണ്. ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് ലക്ഷ്യം വെക്കുന്നത് നിഗൂഢമായ ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന അതിന് കോൺഗ്രസിൻ്റെ നിലപാട് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇന്ന് പോലും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും വോട്ട് ചോരിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് തന്നെ വിഷയം പോലും ആക്കത്തക്ക തരത്തിൽ ഇതിനെ ഒരേ സമയം നിയമപരമായും രാഷ്ട്രീയമായും ജനങ്ങളുടെ മുന്നിലും വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ല, അനൂപ് എന്താണ് ഭയക്കുന്നത്? ഇപ്പോൾ ബീഹാറിലേത് കുറേ അധികം ആളുകൾ ഒഴിവാക്കുക, അവരുടെ വോട്ട് നിഷേധിക്കുക എന്നുള്ളതാണ്. വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പൗരത്വ നിഷേധത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബീഹാറിലേതുപോലൊരു സെനാരിയോ കേരളത്തിൽ അത്രയും ആശങ്കിക്കേണ്ടതുണ്ടോ? കാരണം നിങ്ങൾ സ്ട്രോങ് ആണ്, LDF സ്ട്രോങ് ആണ്, UDF LDF സ്ട്രോങ് ആയിരിക്കും. BJP ഒരു നിമിഷം, BJP ദുർബലമായ ഒരു സംസ്ഥാനത്തിൽ നിങ്ങളുടെ സ്കാനറിന് വെളിയിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അജിംസെ, കോഴിക്കോട് ചാലപ്പുറം ഡിവിഷനിലല്ലേ നമ്മൾ സംഘടിതമായ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലെ വോട്ടുകൾ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ചേർക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഇതുപോലൊരു ചർച്ചയിൽ മീഡിയ1ന്റെ ചർച്ചയിൽ തന്നെ ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇത് കേരളത്തിൽ അസംഭാവ്യമാണ് എന്ന് കരുതിയ കാര്യങ്ങളല്ലേ തൃശ്ശൂരിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അസംഭാവ്യമെന്ന് കരുതിയെന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പലപ്പോഴും 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് നമ്മൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ അത് നടത്താൻ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ അതിനെ അതിജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചുള്ള വോട്ട് വെട്ടുന്ന, വോട്ട് മാറ്റുന്ന സാഹചര്യമല്ല കേരളത്തിൽ. പക്ഷേ കേരളത്തിൽ പ്രവാസികളടക്കം അവരുടെ സോഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവർ കേരളത്തിലെ പ്രവാസികൾ ഏത് സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്ന അവരുടെ സാമുദായിക പശ്ചാത്തലം എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കേരളം ടാർഗറ്റഡ് ആണ്. അത് കൃത്യമായി സംഘപരിവാർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണ സജ്ജരാകേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്.